ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു വോയിസ് അവസാനം വരെ കേൾക്കുക. നിങ്ങൾ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ആണോ നിങ്ങൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ പരസ്യം ചെയ്യുന്നത്? എങ്കിൽ ഇന്ന് തന്നെ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മൾ മറ്റൊരാളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഫേക്ക് അക്കൗണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഫേക്ക് അക്കൗണ്ട് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു പ്രൊഫൈൽ എന്തെല്ലാം ഉണ്ടാവും? ഫ്രണ്ട്സ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പഠിച്ച സ്കൂള്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഒരു കമ്പനിക്ക് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫേസ്ബുക്ക് അഡ്വർടൈസിങ്ങിലൂടെ സക്സസ് ആവണമെന്നും എന്നും ആ ഒരു പേജും നിങ്ങളുടെ ആ ഒരു വിസിബിലിറ്റിയും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വെച്ചിട്ട് പരസ്യം ചെയ്യാം. പലരും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ഓഫീസിലുള്ള സ്റ്റാഫുകളായിരിക്കും പരസ്യം ചെയ്യുക. അപ്പോൾ സ്റ്റാഫുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ പേഴ്സണൽ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് യൂസർ നെയിം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ചെയ്യരുത്. ആ ഒരു പരിപാടി ചെയ്യരുത് നിങ്ങൾ. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഫേസ്ബുക്കിൻ്റെ പോളിസി വയലേഷൻ വരികയും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ഉൾപ്പെടെ ആ പേജും നിങ്ങൾ ഇത്രയും കാലം ഉണ്ടായിക്കൊള്ളുന്ന പേജും കസ്റ്റമേഴ്സും ഉൾപ്പെടെ നിങ്ങൾക്ക് നഷ്ടമാവും എന്നേക്കുമായിട്ട്. കാരണം ഫേസ്ബുക്കിൻ്റെ പോളിസി പ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പേജും ആഡ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് മാനേജ് ചെയ്യുന്നത് അവരെ അതിലേക്ക് അഡ്മിൻ അല്ലെങ്കിൽ എഡിറ്റർ റോളിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അവർക്ക് അത് അവരെ പ്രൊഫൈലിന് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരസ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ID വെരിഫൈഡ് ആണ് എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക. അതായത് facebook.com/id എന്ന ലിങ്കിൽ പോയിട്ട് അവിടെ നിങ്ങളെ ഒരു ID പ്രൂഫ് കൊടുത്തിട്ട് നിങ്ങളുടെ ID വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഒരു ജെനുവിൻ പ്രൊഫൈൽ ആണ് എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ 2 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പോളിസി വയലേഷൻ വരുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.